ഹേയ് മച്ചമ്പീസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ കാര്യമായിട്ട് പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ച് ചെയ്യുന്ന ഒരു വ്ളോഗല്ല. ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീക്കില്ലാത്ത ഞാൻ സത്യം പറഞ്ഞാൽ തലേദിവസം രാത്രി ശരിക്കും കിടന്ന് ഉറങ്ങിയ പോലും ഇല്ല കേട്ടോ. ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ 6 മണി 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി നേരെ നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഒരുപാട് നേരം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരെയും മീറ്റ് ചെയ്തു. ആ സമയത്ത് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ളൊരു മൈൻഡൊന്നും ആയിരുന്നില്ല. യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത ഇന്നത്തെ ഈ ഒരു മീറ്റപ്പ് അടിപൊളിയായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്വന്തം ജിനാനിത്ത അവിടെ വന്നു. ജിനാനിത്തയായിട്ട് സംസാരിച്ചതിന് ശേഷം ജിനാനിത്ത ഒരു പ്ലാൻ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് നേരെ മെട്രോ കയറാം, നേരെ ലുലു മാളിൽ പോയി ഇറങ്ങാം, ലുലു മാളിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. നമ്മുടെ ഫിറോസിക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ ലുലു മാളിൽ നിൽക്കുന്നുണ്ട്, മെട്രോയൊക്കെ ഇറങ്ങി. സോ ഞങ്ങൾ അവനെ കാണാൻ വേണ്ടിയിട്ട് നേരെ മെട്രോയിലൊക്കെ കയറി നേരെ ലുലു മാളിൽ ചെന്നിറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ചിക്കനിലൊക്കെ കയറി ഫുഡ് കഴിച്ചതിന് ശേഷം അടിപൊളി ഒരു ചിക്കൻ്റെ പേര് പോലും അറിയാത്ത എന്തൊക്കെയോ സാധനം ഞങ്ങൾക്ക് ജിനാനിത്തെ സ്പോൺസർ ചെയ്ത് മേടിച്ച് തന്നു. പൈസക്കാരിയായിപ്പോ എന്തോ ചെയ്യാനാ. അതെ, നമ്മുടെ സ്പോൺസേഡ് ജിനാനിത്ത. എടി അത് മതിയടി, പൈസ മുതലാക്കാൻ പറ്റിയൊരു മുതലിനാണ് കൊണ്ടുവന്നേക്കണേ. എന്നാ മുളകും കൂടി എടുത്ത് കഴിക്കേ. കഴിക്കേ, അടിപൊളി. കഴിക്ക് അതും കൂടെ എടുത്ത് കഴിക്കേ. വേറെ നിറച്ചോട്ടാ കഴിച്ചത്. സൈക്കോ കുഴപ്പമില്ല. നീ തിന്നോടാ. അങ്ങനെ അതും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശരിക്കും കഴിച്ചതിന് ശേഷം സമയം നോക്കിയപ്പോൾ ഒരുപാട് ലേറ്റായി. അവർക്ക് 2:30 തിരിച്ചു പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അൽസാജ് കിച്ചണിൽ പോയി ഫുഡൊക്കെ കഴിക്കാൻ ചെറിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച നിമിഷം ഞങ്ങൾ അപ്പം തന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തു. അടുത്ത ട്രെയിൻ നോക്കി. അടുത്ത ട്രെയിൻ ഏകദേശം ഒരു 5:30-6 മണി സമയത്തായിരുന്നു. സോ അതുവരെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഉച്ചയായിട്ടുള്ളൂ. നമ്മൾ ലുലുമാളിൽ അത്യാവശ്യം കറങ്ങിയതിന് ശേഷം നേരെ മെട്രോ കയറി. വീണ്ടും ഞങ്ങൾ പോയി ഇറങ്ങിയത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. നിനക്ക് എന്ത് സാധനം വേണം അതെല്ലാം ഉണ്ട്. പെരുമാമ്പുണ്ട്. പെരുമാമ്പ് വേണോ? ഞങ്ങൾക്കിവിടെ പറയാൻ വേണേ. അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങൾ നേരെ അൽസാജ് കിച്ചണിലോട്ട് പോയി. അൽസാജ് കിച്ചണിൽ പോയി അവിടെയുള്ള കുറേ വെറൈറ്റീസൊക്കെ നൈസായിട്ട് പരീക്ഷിച്ചു. ബീഫ് കണ്ടാൽ തിരിച്ചറിയില്ല. ചിക്കൻ കൊണ്ടാട്ടം, ബീഫ് ഡ്രൈ ഫ്രൈ, അച്ചാറുണ്ട്, കൂന്തളുണ്ട്, ഉപ്പേരിയുണ്ട്, കക്ക ഫ്രൈ, ഇത് ഫിഷ് ഫ്രൈ ഉണ്ട്, കൂട്ടുകറി ഉണ്ട്, ഇത് ബത്തലിൻ്റെ പീര, പിന്നെ ഒരു മീൻകറി ഉണ്ട്, ചിക്കൻ നോർമലായിട്ട് പൊരിച്ചതുണ്ട്. സോ ദിസ് ഈസ് ദ ചട്ടിച്ചോറ് ഓഫ് ദ ഡേ. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. അടിപൊളി ഡേ ആയിരുന്നു, ഒരിക്കലും മറക്കില്ലാത്തൊരു ഡേ ആയിരുന്നു. ഒരുപാട് വാരി വലിച്ച് തിന്നുമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്ന ആരും തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പക്ഷേ ഞങ്ങൾ അത്യാവശ്യം സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബില്ലും കാര്യങ്ങളൊന്നും ആയില്ല. അൽസാജിലെ ചിക്കൻ സൂപ്പ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ട്രൈ ഓൺ ചിക്കൻ സൂപ്പ്. നല്ലതാണ്, പറയാൻ പറ്റില്ല.
3000 പ്രതീക്ഷിക്കാം. ഓ ഗസ്സിങ് 2300 കണക്ക് കൂട്ട് 1900. നീ പറ 2450. 2450. ഞാൻ പറയാം 2000 ആവില്ല. 1900. 400 300. ഓക്കെ വരട്ടെ, ബില്ല് വരട്ടെ. ഇതല്ല ഞാൻ പറഞ്ഞ നിസ്സാര പൈസ. എത്രയായിരിക്കും ഇത്? ലാഭമല്ലേ? ഞങ്ങൾ 6 പേര് മാന്യമായ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടും വെറും 1400 സംതിങ് രൂപ മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി നമ്മുടെ സ്വന്തം ഷിയാസിക്കയുടെ കൂടെ നിന്നൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി എന്ത് ചെയ്യും, സമയമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ഓർത്ത സമയത്താണ് നമ്മുടെ സ്വന്തം ജിനാനത്ത് പറഞ്ഞ് തൊട്ടപ്പുറം ചെറിയൊരു പാർക്കുണ്ട്, സോ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം എന്നൊക്കെ ഒരു ചെറിയ പ്ലാൻ ഇട്ട്. സോ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒരു പാർക്കിലൊക്കെ ചെന്ന് കുറച്ച് നേരം ഇരുന്നു. അവിടെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ചെറിയൊരു ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മേളിലൊക്കെ പിടച്ച് കയറി വേറെ സംഭവം ഉണ്ട് കേട്ടോ, ഒരു ക്ലിപ്പുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ചെരുപ്പൊക്കെ ഈ ചെരുപ്പ് ഇട്ടോണ്ട് എങ്ങോട്ട് പോവാ? ഒരു കയ്യില് കണ്ണാടി, ഒരു കയ്യില് ചെരുപ്പ്, ഒരു കയ്യില് ഫോണ്. കുടുങ്ങി അങ്ങോട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കപ്പല് മുങ്ങും, ഇടയ്ക്കൂടെ കയറണം. കുടുങ്ങി അയ്യോ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാ എഞ്ചിൻ ചവിട് പൊടി. അമ്മ മാറിക്ക്, ഞാൻ കയറി കാണിച്ചു തരാം. അങ്ങനെ ജിനാനത്തെ പരാജയപ്പെട്ട് തിരിച്ച് പിൻവാങ്ങുകയാണ്. അയ്യോ, വീഡിയോ എടുക്കാം. വീണ് കഴിഞ്ഞാ കണ്ടന്റ് വീണ് കിട്ടിയ നിന്റെ യോഗ കേട്ടോ, അപ്പൊ വൈറലാവും. പകുതി എത്തിയിട്ട് പേടിപ്പിക്കാം. വീഡിയോ എടുക്കൂല. പെട്ട് മൊബൈലും വേണ്ട, ഒന്നും വേണ്ട. നീ അങ്ങോട്ട് മാറി നിൽക്കും, നീ ഒന്ന് കയറുന്ന കണ്ടോ. ഇത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞു പോണേ? ജിനാനത്ത് എങ്ങനെ തിരിച്ചറിഞ്ഞു? തലയിറങ്ങും നോക്കിയിറങ്ങ്, താഴോട്ട് പോയാ തീർന്നു. നീ കൊണ്ടുവാ ഇത് കൈവിട്ടല്ല, ഇങ്ങോട്ട് വാ. തൽക്കാലം രക്ഷപ്പെട്ടു. നീ താഴോട്ട് നോക്കിയാ തല എന്നെ വരട്ടെ. എന്നെ കൂടെ കയറുകയാണെങ്കിൽ താഴത്തോട്ട് പോകില്ലല്ലോ, അതിന് വേണ്ടിട്ടാ. സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് ഇത് ഇറങ്ങിയിരിക്കുക, തല ഇറങ്ങിയാൽ തീർന്നു. ഈ ആവേശമൊക്കെ ഇറങ്ങുമ്പോൾ കണ്ടാ മതി. അയ്യോ, തിരിച്ചിറങ്ങി പോണാരെന്ന് ആലോചിച്ച് നോക്കിയപ്പോ തല ഇറങ്ങുവേ, നേരെ റിവേഴ്സ് ഇറങ്ങി പോണം. ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ തീർന്നു. ഭാവമാണ്.
ഓ മേളിലെത്തിയ കര വരുന്നില്ല മുത്തരി. അങ്ങനെ നമ്മുടെ ജിനാനത്തേനെ ചെറുതായിട്ട് നമ്മൾ പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിന് മേളിലൊക്കെ കയറി അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു, കുറേ നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനിടയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വാരി വലിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും സമയം നോക്കി, സമയമൊന്നും ആയിട്ടില്ല. സോ ഞങ്ങൾ തൊട്ടടുത്തുള്ള ക്വാലി റെസ്റ്റോറൻറ്റിലൊന്ന് പോയി അവിടെ പോയി ഒരു അൽഫാമും ഒരു ഫ്രഷ് ലൈമൊക്കെ കഴിച്ച് നൈസായിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ പുറത്ത് ചാടിയ സമയം തന്നെ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓട്ടോയിലൊക്കെ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നു. ആ ഒരു ടൈം സത്യം പറയാലോ ചങ്ക് കിട്ടിക്കുമായിരുന്നു. എല്ലാവരും മിസ് ചെയ്യാൻ പോകാന്നുള്ളൊരു നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. അവരെ ട്രെയിനിലൊക്കെ കയറ്റി വിടുന്നത് വരെ ഒരു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ടൈം അവരെ ട്രെയിനിലൊക്കെ കയറ്റി വിട്ട് ഞാൻ ഫിറോസും കൂടി കുറച്ച് നേരം തോളത്ത് കൈയൊക്കെ ഇട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്ന് ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ പെട്ടെന്ന് എന്താ പറയുക നല്ല രീതിയിലൊരു വിഷമം എന്ന് വേണമെങ്കിൽ പറയാം. ചങ്കിനൊരു ആഹന്തലൊക്കെ ഉണ്ടായിട്ടോ. ആ ഒരു ഫീലിങ്സ് വന്ന സമയം തന്നെ ഞങ്ങൾ അവരെ ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചു. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിറോസിൻ്റെ ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളും ഒരു ബൈക്കൊക്കെ പറഞ്ഞു ഒന്ന് കെട്ടിയൊക്കെ പിടിച്ചിട്ട് ആ ട്രെയിനിലേക്ക് ഞാൻ അവനെ വിട്ടു. അങ്ങനെ ആ ദിവസം അവിടെ കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ഒരു മിസ്സിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും അടിപൊളി ഒരു ഡേ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ വെച്ചിട്ടുള്ള ആ ഒരു മീറ്റിംഗ് അല്ലാതെ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഡേ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഡേ അങ്ങനെ തീർന്നു. ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷന് ബൈക്കൊക്കെ പറഞ്ഞു ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ വണ്ടിയൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോയി. ഇത്ര ഉണ്ടായുള്ളൂ. സിമ്പിളായിട്ട് ഈ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്തിടണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം റെക്കോർഡ് ചെയ്തൊരു വീഡിയോയാണ്. സോ ഇപ്പോഴും ഞാൻ പറയാം, ഇത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ആരെയും ഞാൻ നിർബന്ധിച്ച് കാണിക്കുന്നില്ല. ഇതൊരു മെമ്മറി ആയിട്ട് ഞങ്ങളുടെ ഒരു ഓർമ്മയായിട്ട് ഇതിവിടെ കിടക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ഇത്രേ ഉള്ളൂ. ബൈ.